മകൻ നഷ്ടപ്പെട്ട വേദനയോട് അവരോട് സഹാനുഭൂതിയോടെ ചോദിക്കുകയാണ്. ഇവരാദ്യം പറഞ്ഞ കഥയില് 3-ാമത്തെ മാസത്തിലാണ് ഇവർക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടാവുന്നത്. അച്ഛൻ പറഞ്ഞത് മരണശേഷം സമാധിയാക്കണം എന്ന് മരിച്ചു കഴിഞ്ഞ് അടക്കിന് മുൻപ് തന്നെ മകൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അതിലേതാണ് ശരി അദ്ദേഹം പറയട്ടെ. ഞാൻ ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വന്ന് ആ സോഫയിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലെ തോന്നലാണ്, പുള്ളി പറഞ്ഞാണ് എൻ്റെ മനസ്സിൽ തോന്നലാണ്, എന്നെ അടക്കാൻ പാടില്ല, അച്ഛൻ ഇനി കറുത്ത ഡ്രസ്സേ ധരിക്കാൻ പാടുള്ളൂ, സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിക്കണം, 1 വർഷം അച്ഛൻ വെജിറ്റേറിയൻ ആയിട്ടിരിക്കണമെന്ന് 4 ഇൻഡ്യൂഷൻസ് എനിക്ക് അപ്പോൾ കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലുകളാണെന്ന് വിചാരിച്ചു. എന്നിട്ടും നമ്മളത് ചെയ്തു. പക്ഷേ ഈ തോന്നലല്ലാന്ന് തോന്നിയത് 3 മാസം കഴിഞ്ഞ് ലൈവായിട്ട് ഓരോരോ കാര്യങ്ങൾ എനിക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ വെറും തോന്നലെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ സംസാരിക്കുകയാണ്. ഇത് നിങ്ങൾ ഈ ഭാര്യ രാവിലെ കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ ലൈറ്റ് അത് എന്നും തെളിയാറുണ്ടല്ലോ അല്ലേ? ഇതെന്നും തെളിയാറുണ്ടോ ശ്രീനാഥ് സാർ? ഉണ്ടോ? അങ്ങനെ തെളിയാറുണ്ടെങ്കിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ കമ്മിറ്റി സെക്രട്ടറിയും അവിടുത്തെ ശ്രീകാര്യത്തെ വാർഡ് കൗൺസിലറുമായിട്ട് അവിടെ വന്നിട്ട് അവിടെ പറഞ്ഞേക്കും, അവിടെ വന്ന് നിൽക്കും, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ തരാം. അങ്ങനെ തെളിഞ്ഞില്ലെങ്കിൽ ലൈറ്റ് തെളിഞ്ഞ് പരാജയപ്പെട്ടാല് ഇവര് ചികിത്സിക്കാൻ തയ്യാറാവണം. തയ്യാറാവുമല്ലോ, അത് തയ്യാറാവുമല്ലോ. അല്ലെ പുള്ളി ഈശ്വര ചോദ്യമാണെന്ന് പറഞ്ഞു. ഇവരോട് രണ്ടുപേരോട് ചേർത്താണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് മറുപടി പറഞ്ഞത്. ഇവര് പറഞ്ഞത് ചായ കൊടുത്തു, പ്രഭാത ഭക്ഷണം കൊടുക്കുമ്പോ ഫിസിക്കലായിട്ട് ഈ ഭക്ഷണത്തിൽ കുറവ് വരുന്നുണ്ടോ അതോ ലൈറ്റ് മാത്രം മിനിച്ചിട്ട് പോവാണോ? അതാണ് ഒരു ചോദ്യം. ഇദ്ദേഹം ഇത് കഴിയട്ടെ, രണ്ടുകൂടി പോയിക്കോട്ടെ. ഒരേ ചോദ്യം പ്ലീസ്. ഇദ്ദേഹത്തിന്റെ നടു ഒടിഞ്ഞ് ഇനി ജീവിതം മുന്നോട്ടില്ല, മരിക്കാൻ തീരുമാനിച്ചു. നടു ഒടിഞ്ഞ് നട്ടെല്ല് തകർന്നു എന്നാണ് പറഞ്ഞത്. നട്ടെല്ല് പൊട്ടി എഴുന്നേക്കാൻ കഴിയാതെ ഇനി മരണം എന്ന അവസ്ഥയിലേക്ക് ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തിന്റെ നടു സ്പിരിച്വൽ ഹീലിംഗിലൂടെ ശരിയാക്കിയതാണോ? ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നടു ഒടിഞ്ഞതിന്റെ എക്സ്റേ എടുത്തതിന്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഹീലിംഗിലൂടെ ആണോ അല്ലേ? എന്നെ സംബന്ധിച്ചിട്ട് 3-ാമത്തെ മാസം ഞാൻ ബെഡിലാണ്. 3-ാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റു. ആദ്യം മണ്ണിൽ ചവിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് 3 കാര്യം. ഞാൻ മഴ നനയണമെന്ന് മാത്രം. അതായത് എന്റെ ആഗ്രഹം എന്നോട് കൊണ്ട് എത്തിച്ചു എന്ന് ഞാൻ പറയുന്നത്. അതായത് എന്റെ അതിയായ ആഗ്രഹം, ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ എനർജി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനർജി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ എനർജിക്ക് മറ്റു പല കാര്യങ്ങളും ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. പുള്ളി ചോദിച്ചൊരു എനർജി ഉണ്ടോന്ന്, ഈ പറയുന്ന പുള്ളി നേരത്തെ ചോദ്യം ചോദിച്ചില്ലേ എനർജി ഉണ്ടോന്ന് ചോദിച്ചില്ലേ? അത് ഇലക്ട്രോ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമോ ഇലക്ട്രോ കെമിക്കൽ എനർജി എന്താണെന്ന് അറിയാമോ? തന്നോട് ചോദിച്ചാൽ അറിയാമോ? അറിയില്ലല്ലോ. അറിയോ? അല്ല അറിയോ? അത് അറിഞ്ഞിട്ട് വേണം എനർജി ഉണ്ടോ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പുള്ളിയുടെ യോഗ്യതയിൽ ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. പുള്ളിയുടെ കാര്യമുണ്ടല്ലോ, അങ്ങനെ പുച്ഛിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാ യോഗ്യത അങ്ങനെ മനുഷ്യരുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.